ഹലോ എവരിവൺ. ബിഫോർ ദ സൺസെറ്റിന്റെ വിയറ്റ്നാം കാഴ്ചകൾ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച വിചിത്രമായ ദ്വീപുകളുടെ സമൂഹം ഹാലോങ് ബേ. വിയറ്റ്നാമിലെ ആ ഹാലോങ് ബേയിലേക്കുള്ള യാത്രയിൽ എനിക്ക് ലഭിച്ച വലിയൊരു അറിവ് എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. നെറ്റ് ഓഫ് ട്രൈ, ഹാലോങ് പേൾ, ഹാലോങ് ദ വേൾഡ് ഓഫ് പേൾസ്. പേൾ ഇൻഡസ്ട്രിയുടെ ഒരു അത്ഭുത ലോകം. ഓയിസ്റ്റർ എന്ന കക്ക വായ് തുറക്കുമ്പോൾ ഉള്ളിൽപ്പെടുന്ന മൺതരി കളയാൻ അത് ശ്രേയിപ്പിക്കുന്ന ഒരു സവിശേഷ പദാർത്ഥം ഈ മൺതരീനെ പൊതിഞ്ഞ് വർഷങ്ങൾ കൊണ്ട് അത് വിലയേറിയ മുത്തായി പരിണമിക്കുമെന്ന് പണ്ടെപ്പോഴോ പഠിച്ചതായിട്ടൊരു ഓർമ്മയുണ്ട്. പക്ഷേ വാണിജ്യാടിസ്ഥാനത്തിൽ ഈ പേൾ പ്രൊഡക്ഷനെ കുറിച്ചോ അതിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. വളരെ വണ്ടർഫുള്ളായ ഈ പ്രോസസ്സിങ് നിങ്ങൾക്കും അറിയണ്ടേ? കൂടെ കൂടിക്കോളൂ കേട്ടോ. അതിനു മുമ്പ് ഒരു കാര്യം, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വീഡിയോ മുഴുവനായിട്ടും കാണണം. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഹാനോയിൽ നിന്ന് രാവിലെ 8 മണിയോടെയാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. നീണ്ടൊരു യാത്ര ആയതുകൊണ്ട് വഴിയരിയിലെ കാഴ്ചകളൊക്കെ കണ്ടും ബസ്സിലെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടും ഞങ്ങളുടെ യാത്ര യാതൊരു ബോറിംഗ് ഇല്ലാതെ മുന്നോട്ട് പോയി. കുറേ ഏരിയ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ബോൺസായി മരങ്ങളും നേഴ്സറികളും ഗാർഡനും എല്ലാം കൊണ്ടിട്ട് മനോഹരമായിരിക്കുന്നു. വിയറ്റ്നാമിലെ റോഡുകളൊക്കെ നല്ല സൂപ്പറാണ്. പ്രകൃതിയും സൂപ്പറാണ്, അതിനേക്കാൾ സൂപ്പറാണ്. ഇത് ഞങ്ങളുടെ ഹാനോയിലെ വിയറ്റ്നാമീസ് ഗൈഡാണ്. Public school, right? Public school is cheaper. And there are some public school in the countryside. They give free. University education is also College. സി എന്നാണ് ഞങ്ങളുടെ ഗൈഡിൻ്റെ പേര്. നല്ല ചൊറുകൾക്കുള്ളൊരു ഗൈഡായിരുന്നു. അതുപോലെ ഞങ്ങളുടെ ബസ്സും നല്ല സൂപ്പറായിരുന്നു. തിയോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞതാണ്, വിയറ്റ്നാമിലെ വിശേഷങ്ങൾ ചോദിച്ചതാണ് കേട്ടത്. ഇവിടെ ഒരു ടോൾ പ്ലാസ ഉണ്ട്. നെൽകൃഷിയും ചോളം കൃഷിയും ഇവിടെ വളരെ സമൃദ്ധമാണ്. അതുപോലെ ഫീൽഡിന് അരികിലായിട്ട് വാഴ കൃഷി ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. നമ്മുടെ നാട്ടിലുള്ള പോലെ പപ്പായയും എല്ലാ സാധനവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. തെങ്ങും എല്ലാം ഉണ്ട്. മെക്കോങ് റിവറാണ് വിയറ്റ്നാമിലെ ഏറ്റവും നീളം കൂടിയ റിവർ, റെഡ് റിവർ. കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ടായിരിക്കാം വിയറ്റ്നാമിൻ്റെ എവിടെയും നമുക്ക് വാട്ടർ ബോഡീസ് ധാരാളമായിട്ട് കാണാം. ഇത് അടുത്ത ടോൾ പ്ലാസ.
വിയറ്റ്നാമിൻ്റെ വിജയവും ഈ വാട്ടർ ബോഡീസ് തന്നെയാണ് കേട്ടോ. ഇതിൽ നിന്നാണ് അവർ പിടിച്ചു കയറുന്നത്. കാണുന്നത് അൽഫോം പോർട്ടാണ് തുറമുഖം. ഹാലോങ് ബേ എന്ന് പറഞ്ഞൊരു ഉൾക്കടലാണ്, കടലിനാൽ ചുറ്റപ്പെട്ട കരഭാഗം. നമ്മൾ ഈ പാലം കടന്നു കഴിയുമ്പോൾ ഈ ഹാലോങ് ബേയുടെ ടെറിട്ടറിയിലേക്ക് കടക്കുകയാണ്. താഴെ കുറേ മാംഗ്രൂവ്സ് വളർന്നു നിൽക്കുന്നത് കാണാം. ഇതൊരു നദിയും കരയും കൂടി ചേരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ മാംഗ്രൂവ്സ്, വെള്ളത്തിൽ വളരുന്ന മരങ്ങൾ നമുക്ക് ധാരാളമായിട്ട് കാണാം. ഹാലോങ് ബേ എന്ന് പറഞ്ഞാൽ നിറയെ പവിഴപ്പുറ്റുകളുള്ളൊരു സ്ഥലമാണ്. ആ പവിഴപ്പുറ്റുകൾ തന്നെയാണ് ഹാലോങ് ബേയുടെ പ്രത്യേകത. അവിടെ കുറേ ഐലൻഡ് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് ഫോം ചെയ്തിട്ടുള്ളതാണ്. വിയറ്റ്നാമിലെ വൺ ഓഫ് ദി റിച്ചസ്റ്റ് പോർഷനാണ് ഈ പറയുന്ന ഹാലോങ്. ഇവിടെ അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ടൂറിസം വളരെയധികം വികസിതമായ ഒരു ഭാഗം കൂടിയാണിത്. ഇത് വിയറ്റ്നാമിലെ ഷിപ്പ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്, കപ്പൽ നിർമ്മാണശാല. നമ്മുടെ നാട്ടിലെ ചെമ്മീൻകെട്ട് പോലെ ഈ വെള്ളത്തിലൊക്കെ, ഇതൊക്കെ കടലിൻ്റെ ഭാഗമാണല്ലോ, വെള്ളത്തിലൊക്കെ ഒരു പ്രത്യേക പോർഷൻ ചെമ്മീൻകെട്ട് പോലെ കാണപ്പെട്ടത്. ഞാൻ ചോദിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ പേൾ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഫാമാണത്രേ. പ്രോസസ്സിങ് കഴിഞ്ഞാൽ ആ പേളിനെ ഇങ്ങനെ ഉൾക്കടലിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് നിക്ഷേപിക്കും. ആ ഓയിസ്റ്റർ പിന്നീട് വളർന്ന് ഒരു 5 വർഷത്തോളം വളർന്നു കഴിയുമ്പോഴാണ് അതിൽ നിന്ന് ഈ പേള് മാറ്റിയെടുക്കുന്നത്. അതിൻ്റെ കളറും ക്വാളിറ്റിയും ഒക്കെ വെച്ചിട്ട് ആ പേള് തരംതിരിച്ച് അതിനെ വാരി ചെയ്ത് വാണിജ്യാടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തും. ഇവിടെ നമുക്ക് കുറച്ച് ട്രക്കുകളും JCB ഒക്കെ കാണാൻ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോൾ മൈനിങ് ഉണ്ട്, കൽക്കരി ഖനനം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തോട് അടുക്കുകയാണ്. ഇതാണ് പേൾ ഫാക്ടറി. Net of Crime, Halong Pearl, Halong, The World of Pearls. ഇവിടെ
നമ്മെ വെയിറ്റ് ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് നല്ല ട്രെയിൻഡ് എക്സിക്യൂട്ടീവ് നിൽപ്പുണ്ട്. Hey everyone, my name is Amamlamoga India. Today I'm very happy to introduce the process of how to prepare for the people in the way. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓയിസ്റ്റർ കാണിച്ചു തന്നു, അതേപോലെ പേൾ പ്രൊഡക്ഷൻ്റെ വിവിധ ഘട്ടങ്ങൾ കാണിച്ചു തന്ന് വ്യക്തമായിട്ട് വിശദീകരിച്ചു തന്നു. ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സായിട്ട് ആഡംബരത്തിൻ്റെ ഒരു മറുപേരാണ് പേൾ എന്നത്. 1995 ജാപ്പനീസ് ഉടമസ്ഥതയിൽ ആദ്യമായിട്ട് വിയറ്റ്നാമിൽ ഹാലോങ് ബേയിൽ ഒരു പേൾ ഫാം തുടങ്ങുന്നത്. ഇവിടുത്തെ മുത്തുകൾ സാൾട്ട് വാട്ടർ പേൾസ് ആണ്. ഇത് വളരെ കാലം നിലനിൽക്കുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ കല്ലുമ്മക്കായ പോലെ ഓയിസ്റ്റർ എന്ന മസിലാണ് മുത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ 3 തരം ഓയിസ്റ്ററിൽ നിന്നാണ് മുത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്നാമത്തത് അക്കോയ പേൾ ഓയിസ്റ്റർ ആണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന മുത്തുകൾ വൈറ്റ്, യെല്ലോ, പിങ്ക്, ഗ്രേ കളേഴ്സാണ്. അക്കോയ. അടുത്തത് താഹിനിയൻ പേൾ ഓയിസ്റ്റർ ആണ്. താഹിനിയൻ പേൾ ഓയിസ്റ്റർ. അതിനടുത്തത് സൗത്ത് സീ പേൾ ഓയിസ്റ്റർ ആണ്. സൗത്ത് സീ പേൾ ഓയിസ്റ്റർ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റും യെല്ലോയും പേളുകളാണ്. ഏറ്റവും അപൂർവമായ മുത്തുകൾ സൗത്ത് സീ പേൾ ഓയിസ്റ്റർ ആണ് നിർമ്മിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഒറിജിനൽ പേൾ ഒരെണ്ണം കാണാനായിട്ട് കയ്യിൽ തന്നു. അതുപോലെ പേൾ ഫോർമേഷൻ്റെ എല്ലാ പ്രോസസ്സും വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നു, വിശദീകരിച്ചു തന്നു. ഇനി ആ പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഇതിൻ്റെ വിവിധ ഘട്ടങ്ങളും വ്യത്യസ്ത തരം പേളുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ബേബി ഓയിസ്റ്റർ ആണ്. ഈ ഓയിസ്റ്ററിൻ്റെ മൗത്ത് ഒരു പ്രത്യേക എക്യുപ്മെൻറ്റ് വെച്ചിട്ട് അവർ തുറക്കും. ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ ഒരു തരം മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിനിൽ നിന്ന് ഈ ഷെല്ലിനോടൊപ്പം കോർ അതിൻ്റെ അകത്ത് നിക്ഷേപിക്കാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ മൺതരി പോലെ അവിടെ മഞ്ഞ കളറിൽ ഈ മുത്ത്, ഇതാണ് കോർ എന്ന് പറയുന്നത്. അത് പ്രത്യേക ഉപകരണം കൊണ്ട് ഇതിൻ്റെ വായിൽ നിക്ഷേപിക്കും. നിക്ഷേപിച്ച ആ കോറിനെ കളയാൻ വേണ്ടിയിട്ട് ഈ പാവം ഓയിസ്റ്റർ ഈ പ്രത്യേകമായ ആ ഒരു സ്രവം, സെക്രീഷൻ എൻ്റെ വായിൽ നിന്നുണ്ടാക്കും. ആ സെക്രീഷൻ ഈ കോറിനെ പൊതിഞ്ഞ് 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 വർഷങ്ങൾ കൊണ്ടിട്ട് അത് ഒരു പേളായിട്ട് മാറും, ഒരു മുത്തായിട്ട് മാറും. ഈ ബേബി ഓയിസ്റ്റർ വളർന്നു വരുമ്പോഴേക്കും അതിൻ്റെ അകത്ത് മുത്തുണ്ടായിട്ടുണ്ടാവും. ഈ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ വളരെ സാവധാനം നടത്തുന്ന പ്രക്രിയയാണ്. 5 വർഷത്തോളം എടുക്കും ഒരു പേള് ഫോം ചെയ്യുന്നതിന്. ഒരു ഓയിസ്റ്ററിൽ നിന്ന് ഒരു പേളാണ് ലഭിക്കുക. ഇങ്ങനെ കോറ് നിക്ഷേപിച്ച ആ ഓയിസ്റ്ററിനെ കടലിൽ നിക്ഷേപിക്കും. ഉൾക്കടലിൻ്റെ ഭാഗത്ത് ഒരു പ്രത്യേകമായിട്ട് വളർത്തിയെടുത്തിട്ട് അതിൽ നിന്നാണ് പേള് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ പേൾ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആണ്, നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ഞങ്ങളെ ആദ്യം തന്നെ ഒരു പ്ലേറ്റ് കാണിച്ചു തന്നു. 7 ലക്ഷം രൂപയാണ് ആ പ്ലേറ്റിൻ്റെ വില. കോറെടുത്ത് നിക്ഷേപിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ ഏത് തരം ആഭരണം വേണമെങ്കിലും, നെക്ലേസ് മുതൽ റിസ്റ്റ് ബാൻഡ് വരെ ഇവിടെയുണ്ട്. മോതിരവും സകല സാധനമുണ്ട്. അതുപോലെ ഇതുകൊണ്ട് നിർമ്മിച്ച പ്ലേറ്റുകളും ആഡംബര വസ്തുക്കൾ മതിലിൽ അലങ്കരിക്കുന്നതൊക്കെ സെപ്പറേറ്റ് ധാരാളമുണ്ട്. 2017 കണക്കനുസരിച്ച് ഹാലോങ് ബേയിലെ പേളാഭരണങ്ങൾ 5 സ്റ്റാർ റേറ്റഡ് ആണ്. അന്ന് വെച്ചാൽ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നതാണ്. എന്നാലും ലോകത്തിലെ ഏത് സ്ഥലത്തെ ശരാശരി വിലയേക്കാളും 20 മുതൽ 30% വരെ വിലക്കുറവിലാണ് ഇവിടുത്തെ പേള് വിൽക്കുന്നത്. അതുകൊണ്ടാണ് ധാരാളം അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾ ഈ പേള് വാങ്ങിക്കാനായിട്ട് ഹാലോങ് ബേയിൽ എത്തുന്നുണ്ട്. പേളിൻ്റെ ഒരു വിസ്മയ ലോകം നമുക്കിവിടെ കാണാൻ സാധിക്കും.
ഈ പേൾ ഫാക്ടറിയും പേൾ ഉൽപ്പാദനത്തിൻ്റെ ഈ പ്രോസസ്സ്, അതിൻ്റെ സ്റ്റേജസ് ഓഫ് പ്രോസസ്സൊക്കെ എനിക്ക് ഭയങ്കര അതിശയം നൽകിയതാണ്, ഭയങ്കര വിസ്മയിപ്പിച്ചു എന്നെ തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മാത്രമല്ല പലതരത്തിലുള്ള സാധനങ്ങൾ, ഇതായത് ഓയിസ്റ്ററിൻ്റെ ഷെല്ലാണ്, അതിൽ ഈ പറഞ്ഞ പദാർത്ഥം, പ്രത്യേക പദാർത്ഥം പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അവിടെ ആ കോർമ്മ പറ്റിപ്പിടിച്ച സാധനം നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ വിയറ്റ്നാമിലെ എന്നെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചകളിൽ ഒന്നായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. ഇനി ഇന്നത്തെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഹാലോങ് ബേ. വിയറ്റ്നാമിലെ ഏറ്റവും റിച്ചസ്റ്റ് പീപ്പിൾ ജീവിക്കുന്ന ഏരിയയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ടൂർ ഗൈഡ് തീ പറഞ്ഞതാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തി. ഹാലോങ് ബേയിലേക്ക് പോകാനുള്ള, അതൊരു ഉൾപ്പെടലാണെന്ന് നേരത്തെ പറഞ്ഞു ഞാൻ. അതിലേക്ക് പോകാനുള്ള ക്രൂയിസിൽ കയറാനുള്ള ബാംബു ടെർമിനലിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വളരെ ഓസമാണ് ഈ ബാംബു ടെർമിനലിലെ കാഴ്ചകൾ. അതുപോലെ അതിനേക്കാൾ നമ്മൾ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് കടലിനകത്ത് ചുണ്ണാമ്പ് കല്ലുകൊണ്ട് നിർമ്മിതമായ 1600ഓളം ദ്വീപുകളുടെ സമുച്ചയം ഹാലോങ് ബേ. ആ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ.